മെട്രോ സോളോ ട്രാവലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം ഒരു ലോങ് ട്രിപ്പാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിലുള്ള ഭൂമിയിലെ സ്വർഗത്തിലേക്ക് ഒറ്റയ്ക്കൊരു യാത്ര. നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് എറണാകുളത്തു നിന്നാണ്. കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും മനസ്സിൽ വരുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. പാക്കേജ് ഇല്ലാതെ നമുക്കവിടെ പോകാൻ സാധിക്കുമോ? ട്രാവൽസ് അല്ലെങ്കിൽ ടൂർ ഗൈഡുമാരുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്കവിടെ ചുറ്റിക്കറങ്ങി കാണാൻ സാധിക്കുമോ? ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സോളോ ട്രാവൽ സേഫാണോ എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ നമുക്ക് മനസ്സിൽ വരാറുണ്ട്. അതിനെല്ലാം ഒരു ആൻസർ കൂടി ഇതിൽ നിന്ന് കിട്ടുമെന്ന് കരുതുന്നു. ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കൊങ്കൺ വഴിയുള്ള ട്രെയിൻ യാത്ര എന്തോ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ട് ഈ വഴിക്ക്. ഈ വഴിയിലെ പച്ചപ്പ് നിറഞ്ഞ സഹ്യാദ്രി മലകളും പിന്നെ വയലുകളും അവക്ക് ഇടയിലൂടെ ഒഴുകുന്ന പുഴകളും ഇടയ്ക്ക് നമ്മളെല്ലാം ഇരുട്ടിലാക്കുന്ന തുരങ്കങ്ങളും എല്ലാം കൂടെ മനസ്സിന് വളരെ നല്ല ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ കൊങ്കൺ റെയിൽ. കാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ കാശ്മീർ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ ഒരു സംഗമമാണല്ലോ. ശ്രീനഗർ, സോൻമർഗ്, ഗുൽമർഗ്, പഹൽഗാം, ദൂദ് പത്രി തുടങ്ങിയ മെയിൻ സ്പോട്ടുകളിലേക്ക് പോകാൻ ഏറ്റവും നല്ല പ്ലാൻ എന്ന് പറയുന്നത് ശ്രീനഗറിനെ ഒരു സെൻട്രൽ പോയിന്റ് ആക്കി പ്ലാൻ ചെയ്യുന്നതാവും. കേരളത്തിൽ നിന്ന് ശ്രീനഗറിലേക്ക് നമുക്ക് പല രീതിയിൽ യാത്ര ചെയ്യാം. ഒന്ന്, ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് ബൈ ഫ്ലൈറ്റ് നമുക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് നമുക്ക് ഫ്ലൈറ്റ് കിട്ടുന്നതാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡൽഹി വരെ നമുക്ക് ട്രെയിനിലേക്ക് പോകാം. പിന്നെ ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റിന് പോകാം. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ജമ്മു താവി വരെ നമുക്ക് ട്രെയിനിൽ പോകാം. ജമ്മുവിൽ നിന്ന് റോഡ് മാർഗം അല്ലെങ്കിൽ ഉദ്ധംപൂർ വരെ ട്രെയിനിൽ പോയിട്ട് ഉദ്ധംപൂരിൽ നിന്ന് റോഡ് മാർഗം വേണമെങ്കിൽ നമുക്ക് പോകാം. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഡൽഹിയിൽ നിന്ന് ബൈ ഫ്ലൈറ്റ് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സൺഡേ ഉച്ചയ്ക്ക് ഏകദേശം 1:30 നമ്മൾ ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. നാളെ ഏർലി മോർണിംഗ് 5-ന് നമ്മുടെ ശ്രീനഗർ ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് ഹാഫ് ഡേ ടൈമുണ്ട്. ഡൽഹിയിൽ അപ്പോൾ ഒന്ന് കുറച്ച് ചുറ്റിക്കറങ്ങിയ ശേഷം നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം. ഡൽഹിയിൽ വന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മെട്രോ തന്നെയാണ്. നിസാമുദ്ദീൻ നിന്നും ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടുന്ന് എയർപോർട്ട് എക്സ്പ്രസ് ലൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്താൻ പറ്റും കേട്ടോ. ചിലവും വളരെ കുറവാണ്. നിസാമുദ്ദീനിൽ നിന്ന് ന്യൂഡൽഹി വരെ നമുക്ക് 20 രൂപയെ വരുന്നുള്ളൂ. അതിനുശേഷം ന്യൂഡൽഹിയിൽ നിന്ന് എക്സ്പ്രസ് ലൈനിൽ നമുക്ക് എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. എക്സ്പ്രസ് ലൈൻ ബാക്കിയുള്ള മെട്രോയിൽ നിന്നും സാധാരണ എടുക്കുന്ന ടിക്കറ്റ് പറ്റില്ല. എക്സ്പ്രസ് ലൈനിൻ്റെ കൗണ്ടർ വേറെ തന്നെയാണ്. അതിൽ നിന്ന് 70 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൽഹി എയർപോർട്ടിൻ്റെ ടെർമിനൽ 2-ലേക്കോ അല്ലെങ്കിൽ 3-ലേക്കോ പോകുന്നതിനുള്ള അടുത്ത് തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ പറ്റും. ഈ എക്സ്പ്രസ് ലൈനിലെ മെട്രോ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടുന്ന മെട്രോ. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ എയർപോർട്ടിൽ എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ ടെർമിനൽ 2-ൻ്റെയും 3-യുടെയും അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലെത്തി. ചെക്ക് ഇൻ കൗണ്ടറിൽ നല്ല തിരക്കായിരുന്നു. ഓൾറെഡി നമ്മൾ വെബ് ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് തന്നെ സീറ്റ് സെലക്ഷൻ അതുപോലെ ബോർഡിംഗ് പാസ് എല്ലാം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്കൊരു ബോർഡിംഗ് പാസ് കൂടെ ഇവിടുന്ന് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ ബോർഡിംഗ് ടൈം തുടങ്ങി. ഫ്ലൈറ്റിലേക്ക് കയറി. വിൻഡോ സീറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് വളരെ നന്നായി. വിൻഡോയിലൂടെ ഡൽഹിയുടെ ആ ആകാശ കാഴ്ച വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് രാത്രി കൂടെ ആയപ്പോൾ ആ ലൈറ്റും എല്ലാം വന്നപ്പോൾ വളരെ ഭംഗിയുള്ളൊരു കാഴ്ച. കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും തന്നെ നേരം വെളുത്തു തുടങ്ങി കേട്ടോ. ആകാശത്തെത്തിയതുകൊണ്ടാവാം പെട്ടെന്ന് തന്നെ ലൈറ്റെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ദൂരെ ആകാശത്ത് മഞ്ഞുമലകൾ കാണാൻ തുടങ്ങി. മുകളിൽ വെളുത്ത ആകാശത്തിന് താഴെ ഐസ് വാരിയിട്ട മലകൾ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും
താഴ്വാരങ്ങൾ കാണാൻ തുടങ്ങി. നല്ല പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങളാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആ പച്ചകൾക്കിടയിൽ കൂടെ പുഴകൾ പോകുന്നുണ്ട്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള സമയമായി. ഞാൻ ആദ്യമായിട്ട് ജമ്മു കാശ്മീരിൽ വരുന്നതുകൊണ്ട് തന്നെ കാശ്മീർ എന്ന് പറയുമ്പോഴുള്ള മനസ്സിൽ ഒരുപാട് ആങ്സൈറ്റി ഉണ്ട്. കാരണം കാര്യങ്ങളൊന്നും തന്നെ കൂടുതൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല വന്നത്. പുറത്ത് ടാക്സി സ്റ്റാൻഡിലേക്ക് നടന്നു. കുറച്ച് ദൂരം പോയപ്പോൾ ഒരു ടാക്സി കണ്ടു. എമൗണ്ട് ഏകദേശം ഒരു 200 രൂപയാണ് അവർ പറയുന്നത്. അതിൽ കയറി കൗച്ച് സർഫിംഗ് വഴി പരിചയപ്പെട്ട നമ്മുടെ റിയാസ് ഭായ് എന്ന് പറയുന്ന ആൾ ഒരു കാശ്മീരി തന്നെയാണ്. അപ്പോൾ ആളുമായിട്ട് ഇന്നലെ ഫോണിൽ സംസാരിച്ചു. ഇന്നലെ രാത്രി എയർപോർട്ടിലിരുന്ന സമയത്ത് ആളുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ആളെല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. പോരാത്തതിന് ആളുടെ വീടിൻ്റെ അടുത്തുള്ള ഹോം സ്റ്റേയിൽ എനിക്കൊരു താമസവും ആൾ ശരിയാക്കി തന്നു. ഒരുപാട് ഹൗസ് ബോട്ടുകളുടെയൊക്കെ ഒരു എൻട്രി പോയിൻ്റാണ് ഈ ദാൽ ഗേറ്റ് എന്ന് പറയുന്നത്. ഒരു ടാക്സിക്കാരൻ അപ്പുറത്തുനിന്ന് നിഷാത്ത് ബ്രെയിൻ എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആളെ അടുത്തെത്തി, ആളോട് കാര്യം പറഞ്ഞു. ആൾ കയറാൻ പറഞ്ഞു. കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, രാവിലെ തന്നെ ആയതുകൊണ്ടാവാം. അവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് കേട്ടോ അങ്ങോട്ട്. ദാൽ ഗേറ്റിൻ്റെ സൈഡിലൂടെ ഈ യാത്ര വളരെ മനോഹരമായ യാത്രയായിരുന്നു. ഞാൻ ഒരുപാട് നേരം ഈ ദാൽ ലേക്കിലേക്ക് തന്നെ നോക്കിയിരുന്നു. കാരണം കാശ്മീർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രമാണല്ലോ ഈ ദാൽ ലേക്ക്. ഒരുപാട് വലിയൊരു ഏരിയയിൽ തന്നെ കിടക്കുന്ന ഒരു സമുദ്രം പോലെയുള്ള ഒരു ലേക്ക്. അങ്ങനെ നിഷാത്ത് ബ്രെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടി ഇറങ്ങി. അവിടുന്ന് മാപ്പിൽ നോക്കുമ്പോൾ കുറച്ച് ദൂരം കൂടെ നടന്നു പോകാനുണ്ട്. ഈ നാട്ടുകാരെയും അവരുടെ ജീവിത രീതികളൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് ദൂരം നടന്നു. അങ്ങനെ നമ്മുടെ ഏകദേശം മാപ്പ് വഴി നമ്മൾ സ്പോട്ടിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഞാൻ ആ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ ആ ബിൽഡിംഗ് വളരെ വലിയൊരു ബിൽഡിംഗ് തന്നെയായിരുന്നു കേട്ടോ. മുമ്പിൽ ചെറിയൊരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡൻ്റെ ഫ്രണ്ടിൽ വീടിൻ്റെ മുകളിലേക്ക് കിവി ഫ്രൂട്ട് പടർത്തിയിട്ടുണ്ട്. എന്തായാലും റൂമൊന്ന് സെറ്റാവാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും അവരൊരു ലിവിങ് റൂം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അവിടെ എൻ്റെ ബാഗേജ് എല്ലാം വെച്ചു. അപ്പോൾ തന്നെ വലിയ ആശ്വാസം. എന്തായാലും ആ റൂം വളരെ ഇഷ്ടപ്പെട്ട റൂം കേട്ടോ. അതിൻ്റെ താഴെല്ലാം കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എല്ലാവരും ഫ്ലോറിലെല്ലാം കാർപ്പറ്റ് ഇടുന്നുണ്ട്. അതില്ലെങ്കിൽ ഇവിടെ തറയിൽ ചവിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും, നല്ല തണുപ്പല്ലേ. എന്നിട്ടൊന്ന് ഫ്രഷായിട്ട് ഒന്ന് കുളിച്ചു. ഹോട്ട് വാട്ടർ ഉണ്ടായിരുന്നു. കുളിച്ചു വന്നപ്പോഴേക്കും അവിടെ ഒരു ലേഡി ചായയും കന്തൂറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കന്തൂർ എന്ന് പറയുന്നത് കാശ്മീരി ബ്രേക്ക്ഫാസ്റ്റിലെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ്. ഈ തണുപ്പിൽ ചൂടുള്ള ചായയും ബട്ടർ കന്തൂറും നല്ല ടേസ്റ്റായി തോന്നി എനിക്ക്. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ റൂം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡബിൾ കോട്ട് ബെഡൊക്കെ ഇട്ട നല്ലൊരു വലിയ റൂം. ഞാൻ 1000 രൂപയ്ക്ക് ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല സൗകര്യമുള്ള റൂം തന്നെ കിട്ടി. എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറി പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാമെന്നാണ് കരുതുന്നത്. ഇന്ന് നമുക്ക് ആദ്യം തന്നെ പോകാനുള്ളത് തുലിപ് ഗാർഡനിലേക്കാണ്. ഇവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ തുലിപ് ഗാർഡനിലേക്ക് എന്ന് റിയാസ് ഭായ് ഓൾറെഡി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. തുലിപ് ഗാർഡൻ എന്ന് ഓർക്കുമ്പോൾ തന്നെ അന്യൻ സിനിമയിലെ ആ സോങ്ങാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത്രക്കും വലിപ്പമൊന്നും ഇതുണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ ആ മൂവി ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തേനെ. അങ്ങനെ നമ്മൾ തുലിപ് ഗാർഡൻ്റെ അടുത്തെത്തി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തുലിപ് പൂക്കൾ തന്നെ കാണുന്നത്. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ മനസ്സിൽ. ₹70 എൻട്രി ടിക്കറ്റ്. അത് കൊടുത്ത് ഉള്ളിൽ കയറി. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ് ഗാർഡൻ. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുലിപ് ഗാർഡനാണ് കേട്ടോ. ടൂറിസം ഡെവലപ്മെൻറ്റ് ലക്ഷ്യമിട്ട് 2007 ആണ് ഇത് തുടങ്ങിയത്. സബർവാൻ മലനിരകളുടെ താഴ്വാരത്ത് 74 ഏക്കർ ഏരിയയിലാണ് ഈ തുലിപ് ഗാർഡൻ പരന്ന് കിടക്കുന്നത്.
1.7 മില്യൺ തുലിപ്പ് കിഴങ്ങുകൾ ആംസ്റ്റർഡാമിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇതിൻ്റെ തുടക്കം. ഇത് ഇത്രയും ഫേമസ് ആവാനുള്ള ഒരു കാരണം തന്നെ ഇതിൻ്റെ കളർ വെറൈറ്റി ആണ് കേട്ടോ. പല നിറത്തിൽ ഈ തുലിപ്പ് പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 109-ലധികം വെറൈറ്റികളുണ്ട് ഇതിന്. തുലിപ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെതർലൻഡിലാണെങ്കിലും ഇതിൻ്റെ ഒറിജിൻ തുർക്കിയാണ്. പത്താം നൂറ്റാണ്ടിൽ തന്നെ തുർക്കിയിൽ ഇത് വളരുന്നുണ്ടായിരുന്നു. 14-ാം നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ട് വഴിയാണ് നെതർലാൻഡിൽ ഇതെത്തുന്നത്. ഈ തുലിപ്പ് പൂക്കളെ സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സിമ്പലായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇവിടുത്തെ റെക്കോർഡ് വിസിറ്റിംഗ് എന്ന് പറയുന്നത് 2023 കഴിഞ്ഞ വർഷത്തെ 3.5 ലക്ഷം 3.65 ലക്ഷം ടൂറിസ്റ്റുകൾ വന്ന് ഇത് വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ തുലിപ്പ് ചെടിയുടെ ആയുസ് എന്ന് പറയുന്നത് 3 മുതൽ 4 വർഷം വരെയാണ് കേട്ടോ. നമ്മുടെ ഉള്ളി പോലെ തന്നെ ഒരു തരം കിഴങ്ങാണ് ഇതിനുള്ളത്. ഇത് ലില്ലി ഫാമിലിയിൽപ്പെട്ട ചെടിയാണ്. ഉള്ളിയും ഗാർലിക്കും ഒക്കെ ലില്ലി ഫാമിലിയുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണല്ലോ. ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പ് നോക്കി ഏകദേശം 15 തരമായിട്ട് ഇതിനെ മാറ്റാറുണ്ട്. നല്ല ഭംഗിയുള്ള തുലിപ്പ് ഗാർഡൻ കേട്ടോ. ഒരുപാട് നേരം ഞാൻ അവിടെ ചിലവഴിച്ചു. ഒരുപാട് മലയാളികളെ പോലും ഞാൻ അവിടെ കണ്ടു. ഞാൻ പല ആൾക്കാരെയും പരിചയപ്പെട്ടു. എല്ലാവരും വീഡിയോയും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഇതൊരു പ്രാവശ്യം പൂ ഉണ്ടായിട്ട് ആ ചെടി നശിച്ചു പോയാൽ പോലും ഇതിന് കിഴങ്ങ് താഴെ തന്നെ ഉണ്ടാവും. അടുത്ത സീസൺ ആകുമ്പോൾ ഇത് വീണ്ടും അവിടെ നിന്ന് മുളച്ചു വന്ന് ഇത് നല്ല പൂ ഉണ്ടാകുന്നതാണ്. ഇത് തുലിപ്പിൻ്റെ കിഴങ്ങ് നട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഇന്ന് നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയൊക്കെ കറങ്ങാൻ ഒരു ബൈക്ക് റെൻറ്റിന് എടുക്കണം. നമ്മൾ റിയാസ് ഭായി നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലേ നമുക്ക് ചുറ്റിക്കറങ്ങുന്നതിനൊക്കെ കുറച്ചുകൂടി എളുപ്പമാവുള്ളൂ കാര്യങ്ങൾ. ഇതിനുശേഷം റിയാസ് ഭായിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അദ്ദേഹത്തെ ഒന്ന് വിസിറ്റ് ചെയ്യും വേണം. അദ്ദേഹത്തെ ഇതുവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം മാത്സിൽ PhD ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അവിടെ ഒന്ന് പോകണം. അതുപോലെ തന്നെ